ഇപ്പം നമ്മൾ ഇതിൻ്റെ തീരുമാനം പ്രസിഡന്റിൻ്റെ ഇവിടുന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും എടുത്തിട്ടുണ്ട്. ഇതിനെ എന്തായാലും ശക്തമായി എല്ലാവരും അവർ വെച്ചിട്ടുണ്ട്. നിലവിൽ ഇതിനൊരു സ്ട്രോങ് ആയിട്ട് ഒരു സർവകക്ഷി മീറ്റിംഗ് കൂടാന്ന് ഈ നഷ്ടം പറ്റിയ എല്ലാ പ്രദേശങ്ങളും ഈ ഇന്ന് പങ്കെടുത്ത പ്രതിനിധികളെല്ലാവരും പോയിട്ട് ഹർത്താൽ വൈകുന്നേരം വരെയുള്ള ഹർത്താലും അത് ചുരുക്കിക്കൊണ്ട് 2 മണി വരെ ആക്കാനും ഭാവിയിൽ ഇനി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള നടപടികൾ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അതിലുപരി പോലീസിൻ്റെ ഭാഗത്തും ശക്തമായി ഉണ്ടാകുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നെന്താ വെച്ചാൽ ഇതിന് മുമ്പ് ഒരു 5-8 മാസം മുമ്പ് വരെ ഇവിടെ ഒരു ഹെഡ് പോസ്റ്റ് ഉണ്ടായിരുന്നു, പോലീസ് ഹെഡ് പോസ്റ്റ്. ആ സമയത്തൊന്നും ഇവിടെ ഈ രീതിയിലൊരു ആക്രമണമൊക്കെ കുറവായിരുന്നു. പക്ഷെ അതിന് ശേഷം ആണ് ഇവിടെ പുറത്തുള്ള ഇവിടെ ഉള്ള ആൾക്കാരായിക്കില്ല ചെയ്യുന്നത്, പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ആണ് ഈ സംഭവങ്ങൾ ചെയ്യുന്നതെന്നാണ് പൊതുവെ ഇതിലൊന്നും രാഷ്ട്രീയ പാർട്ടിയൊന്നും ഇല്ലാത്ത സാധാരണക്കാരുടെ ഒരു വ്യൂ അതാണ്. ഇവിടുത്തെ മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകരൊന്നും അല്ല ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. പുറത്തുനിന്ന് വരുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവിടെ സ്ഥിതികൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ആൾക്കാരുടെ പേരുകളൊക്കെ ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും പേര് ചോദിച്ചടിക്കുന്ന ആൾക്കും നമുക്ക് പ്രത്യക്ഷത്തിൽ തന്നെ അതുകൊണ്ട് ഇവിടെ ഒരു പോലീസ് പോസ്റ്റ് വരികയാണെങ്കിൽ അത് വളരെയേറെ ഗുണം ചെയ്തു. തീർച്ചയായിട്ടും അതിനുള്ള എന്തായാലും അത് ചർച്ചയിൽ വന്ന തീരുമാനമാണ്. അതെന്തായാലും അത് SP സാറെടുത്ത് അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് വരിക എന്തായാലും ഈ സമിതിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സമിതി ഒരു മെമ്മറാണ്ടം എന്ന രീതിയിൽ SP കൊടുത്താൽ എന്തായാലും നടപടി ഉണ്ടാവും. അതാണ് ഏറ്റവും ഫലപ്രദവും. അത് ഒരാളിപ്പോൾ ഒരു മാസം പെർമിറ്റ് കേട്ടോ, അത് വെച്ചിട്ട് അതിന്റെ ഫൈൻ കൊടുത്തിട്ട് വേണം വണ്ടി കൊടുത്തേക്ക്. ആൾക്കാർ ബാബു വീട്ടിൽ തന്നെ വേറെ ആരെങ്കിലും കേസ് വരുമ്പോൾ പൊതുവെ എന്ത് ചെയ്യും? മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നമ്മുടെ കേസ് CPM ആൻസർ ചെയ്യുന്നില്ല. നമ്മളെ ഈ പിക്ചറോടല്ലേ എത്ര മണിക്ക് വീട് വീട് മിനിമം 5000 അതിന്റെ ഒത്തിരി ആർക്കും മറ്റേ കണക്ക് കൊടുത്താൽ ഗ്ലാസ് ഒരു കണ്ടില്ല, പെട്ടെന്ന് ടോർച്ച് വന്ന് മുന്നിൽ നടക്കലോ ഞാൻ തിരുവനന്തപുരം അങ്ങനല്ലേ ചെയ്തതല്ലേ.
ശക്തമായ അപ്പൊ ഇത്രയും ഇതായിട്ട് വരണമെങ്കിൽ ഏതായിരിക്കും അതിന്റെ ശക്തി കായികക്ഷമത ഉണ്ട്. എന്താ ഇല്ലാണ്ട് അറിയാനാവില്ല കായികക്ഷമത ഇല്ലാതെ പറ ഇവിടെ ഉണ്ടാകും ഇപ്പോൾ എല്ലാവരും പൊടിച്ചിട്ടില്ല അത് നോക്കാം ഒരു ബിൽഡിംഗ് പൊളിച്ചതിന്റെ സാധനങ്ങൾ ചായ കുടിക്കില്ല